ഹായ് ഓൾ. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന 2024 നടന്ന ടൈപ്പിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 അങ്ങനെ ഒരു 4 കാറ്റഗറിയിൽ ഒരു കോമൺ ആയിട്ട് നടന്ന ഒരു എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു 2 സെറ്റ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ സെറ്റിലും 100 ക്വസ്റ്റ്യൻസ് വീതമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 സെറ്റ് കഴിഞ്ഞത് 3-ാമത്തെ സെറ്റാണ്. ഇതിൽ ഇപ്പം ഇന്ന് 56-ാമത്തെ ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. അതിനിപ്പുറം ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു 10 ക്വസ്റ്റ്യൻ ലാസ്റ്റത്തെ മലയാളം 10 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം തൊട്ട് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കയറിയിട്ട് പ്ലേലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ കയറിയിട്ട് നോക്കിയാൽ മതി. ടൈപ്പിസ്റ്റിൻ്റെ അണ്ടറിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഈ ടൈപ്പിസ്റ്റിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും വീഡിയോസ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ട് കാണാത്തവർ ആ വീഡിയോ കണ്ട് പഠിക്കുക, എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. അതേപോലെ തന്നെ നോട്ട്സ് വേണ്ടവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അതിനകത്ത് നോട്ട്സ് ഇടാറുണ്ട്. അതേപോലെ തന്നെ വീക്കെൻഡിൽ സൺഡേയിൽ നമുക്ക് എക്സാം ഉണ്ടായിരിക്കും. അത് പോൾ ബേസ് ആയിരിക്കും എക്സാം നടത്തുക. അപ്പോൾ സൺഡേ ദിവസം അതിലിടുന്ന നോട്ട്സും അതേപോലെ തന്നെ വീഡിയോസും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു പോൾ ബേസ് ആയിട്ടുള്ള ഒരു 10-25 ക്വസ്റ്റ്യൻസ് എക്സാമായിട്ട് നടത്താറുണ്ട്. അപ്പം താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ടെലഗ്രാമിൽ. നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. 56-ാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രം ദ ബിലോ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് ഓപ്ഷൻസ് ആർ ട്രൂ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ഒന്നാമത്തെ, വെൻ ദ മെഷീൻ ഈസ് അറ്റ് റെസ്റ്റ് ദ ലൂസ് ഡോഗ് ഈസ് ഇൻ ആക്ഷൻ. അതായത് മെഷീൻ റെസ്റ്റിലിരിക്കുമ്പോൾ ലൂസ് ഡോഗ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തേത്, വെൻ ദ പ്രഷർ ഓൺ ദ റിജിഡ് ഡോഗ് ലീവ്സ് ദ ടീത്ത് ആൻഡ് ദ ലൂസ് ഡോഗ് ക്യാച്ച് ദ നെക്സ്റ്റ് ടൂത്ത് ഓഫ് ദ എസ്കേപ്മെൻറ്റ് വീൽ. അതായത് റിജിഡ് ഡോഗ് പ്രഷറിലായിരിക്കുമ്പം ടൂത്തിനെ ലീവ്സ് ചെയ്യുകയും അതോടൊപ്പം ഡോഗ് ലൂസാകുകയും അടുത്ത ഇതിനെ ക്യാച്ച് ചെയ്യുകയും ചെയ്യുന്നു. അടുത്ത എസ്കേപ്മെൻറ്റ് ടൂത്തിനെ ക്യാച്ച് ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ, വെൻ ദ കാറ്റ് കീ ഈസ് പ്രസ്ഡ്. കാറ്റ് കീ പ്രസ് ചെയ്യുമ്പം റിജിഡ് ഡോഗ് ഈസ് ഇൻ ആക്ഷൻ. റിജിഡ് ഡോഗ് എന്തിലായിരിക്കും? ആക്ഷനിൽ ആയിരിക്കും. നാലാമത്തെ, കാരേജ് മൂവ് ബൈ 1 ഡിഗ്രി. കാരേജ് മൂവ് ചെയ്യുന്ന 1 ഡിഗ്രിയിൽ വെൻ ലൂസ് ഡോഗ് ലീവ് ദ ടൂത്ത് ഓഫ് ദ എസ്കേപ്മെൻറ്റ്. അപ്പം കാരേജ് 1 ഡിഗ്രിയിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ലൂസ് ഡോഗ് എന്ത് ചെയ്യും? ലീവ് ചെയ്യുന്നത് എസ്കേപ്മെൻറ്റിൽ ടൂത്തിലോട്ട് ലീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ഓൺലി 1, 2 ആൻഡ് 3. ഓപ്ഷൻ ബി ഓൺലി 2, 3 ആൻഡ് 4. ഓപ്ഷൻ സി ഓൺലി 4, 1 ആൻഡ് 2. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. അപ്പോൾ ഇതിൽ ആൻസർ ഓപ്ഷൻ തന്നിരിക്കുന്ന എല്ലാം ശരി തന്നെയാണ്. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. 57-ാമത്തെ ക്വസ്റ്റ്യൻ, ദ റിബൺ സ്റ്റാർട്ട് ടു മൂവ് ഫ്രം വൺ സ്പൂൾ ടു അനദർ സ്പൂൾ ഓട്ടോമാറ്റിക്കലി ഈസ് നോൺ ആസ്. അതായത് റിബണ് എന്ത് ചെയ്യും? മൂവ് ചെയ്യുന്നുണ്ട്. ഒരു സ്പൂണിൽ നിന്ന് അടുത്ത സ്പൂണിലോട്ട് ഓട്ടോമാറ്റിക്കലി മൂവ് ചെയ്യുന്നതിന് എന്താണ് പറയുക? ഓപ്ഷൻ എ റിവേഴ്സ് മൂവ്മെൻറ്റ്. ഓപ്ഷൻ ബി ഓട്ടോമാറ്റിക് മൂവ്മെൻറ്റ്. ഓപ്ഷൻ സി ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെൻറ്റ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ്? റിവേഴ്സ് അല്ല, ഓട്ടോമാറ്റിക് റിവേഴ്സ് ആണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ സി ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെൻറ്റ്. 58-ാമത്തെ ക്വസ്റ്റ്യൻ, ദ എക്സ്പാൻഡഡ് ഫോം ഓഫ് EFTS. അപ്പം EFTSൻ്റെ എക്സ്പാൻഷൻ എഴുതാനാണ്. ഓപ്ഷൻ എ യൂറോപ്യൻ ഫ്രീ ട്രേഡ് സിസ്റ്റം. ഓപ്ഷൻ ബി ഇലക്ട്രോണിക് ഫ്രീ ട്രഷറി സിസ്റ്റം. ഓപ്ഷൻ സി യൂറോപ്യൻ ഫെഡറൽ ടെമ്പററി സിസ്റ്റം. ഓപ്ഷൻ ഡി ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം ആണ്. 59-ാമത്തെ ക്വസ്റ്റ്യൻ, വെൻ ദ വേരിയബിൾ ലൈൻ സ്പേസ് ബാർ ഈസ് യൂസ്ഡ് ദ കോണ്ടാക്ട് ബിറ്റ്വീൻ ദ സിലിണ്ടർ റാച്ചറ്റ്സ് ആൻഡ് ദ സിലിണ്ടർ ഈസ് സീസ്ഡ്. അതായത് വേരിയബിൾ ലൈൻ സ്പേസ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ
സിലിണ്ടർ റാച്ചറ്റിൻ്റെയും സിലിണ്ടറിൻ്റെ ബന്ധം നിന്ന് പോന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദെയർ സ്റ്റേറ്റ്മെൻറ്റ് ഷോൺ ദാറ്റ് വേരിയബിൾ ലൈൻ സ്പേസർ ഈസ്, അതായത് മുകളിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുന്നത് ലൈൻ സ്പേസ് ബാർ എങ്ങനെയാണ് എന്നാണ്. അപ്പം അതിൽ ഓപ്ഷൻ തന്നിരിക്കുന്ന ഓപ്ഷൻ എ യൂസ്ഡ് ടു സീസ് ദ സിലിണ്ടർ, ഓപ്ഷൻ ബി യൂസ്ഡ് ടു റൊട്ടേറ്റ് ദ സിലിണ്ടർ, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി ആർ ഫാൾസ്. അപ്പോൾ ഇതിലേതാണ് ആൻസർ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, യൂസ്ഡ് ടു റൊട്ടേറ്റ് ദ സിലിണ്ടർ, അതായത് സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. 60ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫിഗർ 370 ഈസ് റിട്ടൺ ഇൻ റോമൻ ന്യൂമറൽസ് ആസ്, അതായത് 370 ഫിഗർ അത് റോമൻ ന്യൂമറിൽ എഴുതുമ്പോൾ എങ്ങനെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ CDXX, ഓപ്ഷൻ ബി LLDXX, ഓപ്ഷൻ സി CCLXX, ഓപ്ഷൻ ഡി CCXLL. ഇതെന്താണ്, റോമൻ ന്യൂമറൽസ് ആണ് അല്ലേ, റോമൻ ന്യൂമറൽസ് ആണ്. അതിൽ 370 ഏതാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പം CDXX എന്ന് പറയുന്നത് 420 ആണ് വരുന്നത്, CDXX എന്ന് പറയുന്നത് 420 ആണ് വരുന്നത്. ഇപ്പോൾ ഈ ബി ഓപ്ഷൻ തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ട്. ഓപ്ഷൻ സി എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്ന 370 എന്ന് പറയുന്നത്. ഇതിൽ ഓപ്ഷൻ ഡി പറയുന്നത് 240 ആണ് നമ്പർ വരുന്നത്, നമ്മുടെ 240 ആണ് CCXLL റോമൻ ന്യൂമറൽസ്, നമ്മുടെ ഇതിൽ 240 ആണ് വരിക. അപ്പം ഞാൻ അതിൻ്റെ ഒരു പിക്ചേഴ്സ് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് ഏതൊക്കെയാണ് റോമൻ ലെറ്റേഴ്സ് ഉപയോഗിച്ചുള്ള നമ്പേഴ്സ് ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നതാണ് റോമൻ ന്യൂമറൽസ്. അപ്പോൾ 1 തൊട്ടുള്ള നമ്പേഴ്സ് ഉണ്ട്.